നമസ്കാരം. ഡൽഹിയിൽ പുതിയ കളികൾക്കൊരുങ്ങി കോൺഗ്രസ്. അവിടെ ആം ആദ്മി പാർട്ടിയെ പൂട്ടണം, എന്തോ ഇന്ത്യ മുന്നണി, അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ. ഇപ്പൊ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിടത്തും പോയി വോട്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ്സുകാർ തന്നെ കൊണ്ടെത്തിച്ചതാണ്. ഈ ആം ആദ്മി പാർട്ടിയെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റം വരെ ചവിട്ടി ഓടിച്ചു വിട്ടതും ഇതേ ആൾക്കാർ തന്നെയാണ്, ഇതേ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. അവിടെ ആം ആദ്മി പാർട്ടി വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചോളാം എന്ന് ഹരിയാനയിൽ വീമ്പിളക്കി പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഹരിയാനയിൽ നിന്ന നിലയ്ക്ക് തൊടാതെ അതേ ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം ഒരു നല്ല ഒന്നാന്തരം ഒരു സ്വർണ്ണത്താലത്തിൽ വെച്ച് BJP-യുടെ കയ്യിലേക്ക് കൊടുത്ത ആളാണ് ഈ പറയുന്ന KC വേണുഗോപാലും നമ്മുടെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ കൂടെ. അങ്ങനെ ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ BJP-ക്ക് വളരാൻ പറ്റിയ മണ്ണ് എന്നാണ് അർത്ഥം. BJP-യെ വളർത്തുന്ന ഫലഭൂയിഷ്ടമായ മണ്ണാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തി ലേശം തൊട്ടെടുക്കാനുണ്ടാവില്ല. പിന്നീട് തുടർന്ന് വന്ന മഹാരാഷ്ട്രയിൽ ഞങ്ങൾ അങ്ങ് കാണിച്ചു തരാം, ഞങ്ങൾ ഇവിടെ വലിയ വിശാലമായ ഒരു കൊട്ടാരം പണിഞ്ഞു തരാം എന്നുള്ള മോഹന വാഗ്ദാനവുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവിടെ മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ തലപ്പത്ത് കയറിയുണ്ട് അമരക്കാരനായി നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പൊരുതി. ഇങ്ങ് തെക്കുന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ നിന്ന് സമിതി അംഗമായ രമേശ് ചെന്നിത്തലയെ കൂടി പിടിച്ചു കൂടെ നിർത്തി. അവിടെ ചെന്ന് ചെയ്യുന്നതുകൊണ്ട് വലിയ വായിൽ പറഞ്ഞു, ഞങ്ങൾ അങ്ങ് ജയിക്കും, ഹരിയാന പോലെയുള്ള മഹാരാഷ്ട്ര ഞങ്ങൾ ജയിച്ചിവിടെ എന്തോ വലിയ സംഭവം ഉണ്ടാക്കി കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്ത് സംഭവിച്ചു രമേശേട്ടാ എന്ന് ചോദിച്ചാൽ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. ഏറ്റവും ഒടുവിൽ വന്നിട്ട് പറഞ്ഞു, അവിടെ EVM പണിയാൻ തന്നതാണ്, വോട്ടിംഗ് മെഷീനകത്ത് കൃത്രിമം കാണിച്ചതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂട്ടുപിടിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള വൃത്തികെട്ട അല്ലെങ്കിൽ നിന്ന നിലയ്ക്ക് നട്ടാക്കുരുക്കാത്ത നെറികേടുകൾ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ സമാധാനിച്ചു. അതിനിടയിൽ ഡൽഹിയിൽ ഇലക്ഷൻ വരുന്നു. ഡൽഹിയിൽ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതോടുകൂടി ആം ആദ്മി പാർട്ടിയും BSP-യുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ കാര്യമായ വിള്ളൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായി. അങ്ങനെ ആം ആദ്മി പാർട്ടിയായിട്ട് നേരത്തെ തെറ്റി, ഇവിടെ വന്ന് BSP-ആയിട്ട് തെറ്റി. അങ്ങനെ തെറ്റാൻ ഇനിയും പാർട്ടികളും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമില്ല. അങ്ങനെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം ഇപ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പറഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്കങ്ങ് മത്സരിച്ചോളാം എന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞു. നിങ്ങളെ ഒന്ന് ഈ പരിസരത്ത് കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ 70-ൽ 47 സീറ്റിൽ മത്സരിക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു. 47 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവിടെ പ്യാരി ദീദി എന്ന് പറയുന്ന ഒരു യോജന അവിടെ പാസ്സാക്കുന്നു, ഒരു പദ്ധതി അവിടെ കൊണ്ടുവരുന്നു. ഒരു പുതിയ സ്ത്രീകളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതിക്ക് ഒരു വാഗ്ദാനമാണ്, പദ്ധതി എന്ന് പറയാൻ പറ്റില്ല, ഒരു വാഗ്ദാനമാണ്. ഇപ്പോൾ ആം ആദ്മി അവിടെ എന്തൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 200 യൂണിറ്റ് വൈദ്യുതി അവിടെ ഫ്രീ ആണെന്നേ. 200 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി അവിടെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. 201 മുതൽ 400 വരെയുള്ള യൂണിറ്റ് വൈദ്യുതി ഉപയോഗത്തിന് 50%, അതായത് പകുതിയോളം സബ്സിഡി കൊടുക്കുന്നു. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു? 20 കിലോലിറ്റർ വെള്ളം വരെ സൗജന്യമായി അവിടെ കൊടുക്കുന്നു. അവർക്ക് കുടിവെള്ളം ഭയങ്കര പ്രശ്നമാണ്. കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും കുടിവെള്ളം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അതിനേക്കാളൊക്കെ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാണ് ഡൽഹിയിൽ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ആം ആദ്മി പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു. അതിനിടയിലാണ് പ്യാരി ദീദി എന്ന് പറയുന്ന ഒരു പദ്ധതി കോൺഗ്രസ് പാർട്ടി അങ്ങ് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചത്. ദേവേന്ദ്ര യാദവും ഖാസി നിസാമുദ്ദീനും ചേർന്നിട്ട് അവർ ഈ ഒരു പദ്ധതിയെ ഇനാഗുറേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ നൽകാൻ പോവുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഈ പദ്ധതി DK ശിവകുമാർ കർണാടകയിൽ നടത്തി പരീക്ഷിച്ച് വിജയിച്ചതാണത്രേ. DK ശിവകുമാർ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഇത് നടത്തി പരീക്ഷിച്ച് വിജയിച്ചു. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നിന്ന് 2100 എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മഹിളാ സമ്മാൻ ആം ആദ്മി പാർട്ടിയോട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് മഹിളാ സമ്മാൻ. അത് വന്നിട്ട് 1000-ൽ നിന്ന് 2100 എന്നുള്ള കണക്കിലേക്ക് എത്തിച്ചു. ഇവിടെ പ്യാരി ദീദി പദ്ധതി പ്രകാരം 2500 രൂപ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു പെൺകുട്ടിക്കും ലഭിക്കുമെന്നുള്ളതാണ്. പ്രതിമാസം 2500 രൂപ വീതം. ഇതിനെയാണ് പ്യാരി ദീദി യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി. ഇതാണ് നടപ്പിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ലഡ്കി ബഹൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം
അവിടെ നിരവധി ഏകദേശം 2 കോടി 2.5 കോടിയിലധികം സ്ത്രീകൾ ഗുണഭോക്താക്കളായിരുന്നിടത്ത് നിന്ന് 20 ലക്ഷം പേരുടെ പേര് വെട്ടിക്കൊണ്ടാണ് മഹായുതി സർക്കാർ പുതിയ ഭരണപരിഷ്കാരം നടപ്പിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 22 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ പറയുന്ന മഹിളാ സമ്മാനിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ. ഏകദേശം 22 ലക്ഷം. നമ്മൾ നോക്കിയാൽ മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ ലഡ്കി ബഹൻ അവർക്ക് ഏറ്റവും അധികം വോട്ട് നേടുന്നതിന് കാരണമായ ഒരു പദ്ധതിയായിരുന്നു ഈ പറഞ്ഞ ലഡ്കി ബഹൻ പദ്ധതി എന്ന് നമുക്കറിയാം. അതിലെ 20 ലക്ഷം സ്ത്രീകളെ ഇപ്പോൾ ഓരോ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില പദ്ധതികൾ കോൺഗ്രസ് പാർട്ടി ആവിഷ്കരിച്ച് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ കയറിയാൽ സംഭവിക്കാനിടയുള്ള സാഹചര്യം നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് പഠിക്കണം. ഇപ്പൊ യാതൊരു നിബന്ധനകളും ഇല്ല എന്ന് പറയും, പിന്നീട് പല പല നിബന്ധനകൾ ഇതിന്റെ മുന്നിലേക്ക് വരും. ഈ 22 ലക്ഷം പേർ ഗുണഭോക്താക്കളാകുമെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ അവരിൽ നിന്ന് ചിലപ്പോൾ 10 ലക്ഷം പേരോളം ഇതിൽ നിന്ന് പുറത്താകും. പല പല നിബന്ധനകൾ കൊണ്ടുവന്ന് അതിന്റെ മേലേക്ക് ചുമത്താനുള്ള സാധ്യതയുണ്ട്. പിന്നീട് പറയാം ഇത് ഞങ്ങൾ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ കർണാടകയിൽ സിദ്ധരാമയ്യ വലിയ കാര്യമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നും പറഞ്ഞിട്ട് KSRTC കർണാടക RTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നഷ്ടത്തിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് കർണാടക RTC. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇതാണ് പറയുന്നത്, വലിയ വലിയ പദ്ധതികൾ കൊണ്ടുവരും, വലിയ വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പിലാക്കും, വാഗ്ദാനങ്ങൾ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ അവിടെ പ്രഖ്യാപിക്കും. ആ മോഹനസുന്ദര വാഗ്ദാനം 2500 രൂപ വീതം എല്ലാ 18 വയസ്സ് പൂർത്തിയായ എല്ലാ പെൺകുട്ടികൾക്കും കൊടുക്കുക എന്ന് പറയുന്ന നയം ഈ പറയുന്ന പ്യാരി ദീദി യോജന കൊണ്ടുവരുന്നു. നാളെ ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ഖജനാവിന് ഒരു വലിയ നഷ്ടമുണ്ടാകുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു. പതുക്കെ ഇതിനകത്ത് നിബന്ധനകൾ കൊണ്ടുവരുന്നു. എന്നിട്ട് ഇതിനകത്ത് ലക്ഷോപലക്ഷം വരുന്ന ആൾക്കാരെ പലപ്പോഴായി പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കുകയും ചെയ്യും. ഇത് സത്യത്തിൽ കോൺഗ്രസ് നടത്തേണ്ട ഒരു രീതിയാണ്. ഇനി മറ്റൊന്നുമല്ല, ഈ രീതിയിൽ കോൺഗ്രസ് പാർട്ടി ഇവിടെ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും വളരെ സിമ്പിളായി ഈ കോൺഗ്രസ് പാർട്ടി നേരെ BJPയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കാനുള്ള എല്ലാ പൊടിക്കൈകളും ഉപയോഗിക്കും. അതോടുകൂടി ആം ആദ്മി പാർട്ടി കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്ന ഡൽഹി നിയമസഭയും ഇതോടുകൂടി ആം ആദ്മി പാർട്ടിക്കും കിട്ടത്തില്ല, കോൺഗ്രസിനും കിട്ടാൻ പോകുന്നില്ല. ഇത് പകരം BJPക്ക് മറ്റൊരു സംസ്ഥാനം കൂടി നേടിയെടുക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും.